ഈ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പാക്കറ്റ് വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 മന്ത് ആയിട്ടോ. കാണാണ്ട് പോയ ഈ സാധനം പിന്നെ കണ്ടു കിട്ടണത് 2 ദിവസം മുന്നേ റൂമൊന്ന് വൃത്തിയാക്കിയപ്പോഴാണ്. അതിന്റെ കൂടെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് മോൾഡുകളാണ് ട്ടോ ഇതൊക്കെ. ഈ ഒരു മോൾഡ് പിന്നെ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പരീക്ഷണം ഈ ഒരു മോൾഡ് വെച്ചിട്ടാണ് ട്ടോ. ആദ്യം മോൾഡ് ഒന്ന് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് മെനക്കെട്ട പണിയാണെന്ന് വിചാരിച്ചിട്ടാണ് കുറെ കാലം ഇത് ട്രൈ ചെയ്യാണ്ടിരുന്നത്. പക്ഷെ സംഭവം ഞാൻ വിചാരിച്ചതിനെക്കാട്ടും എളുപ്പമായിരുന്നു ട്ടോ. ആദ്യം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്കാണ് ട്ടോ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നത്. ഇതിലൊഴിച്ചപ്പോൾ ബാക്കി വന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഈ ഒരു മോൾഡുകളിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ട്ടോ. ശരിക്കും നമ്മൾ ഒഴിച്ചു വെച്ച് 30 മിനിറ്റിൽ തന്നെ സാധനം സെറ്റായി വരും എന്നാണ് പറയാറുള്ളത്. പക്ഷെ ഞാനൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഒന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കിയത് ട്ടോ. ഈ ഒരു സാധനം ക്രാക്കായി പോയത് ഞാൻ ബാക്കി വന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് സെറ്റായിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ആഡ് ചെയ്തുകൊണ്ടാണ് ട്ടോ. കൂട്ടത്തിൽ എനിക്ക് ഡീമോൾഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ഈ പംകിനാണ് ട്ടോ. സംഭവം പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്തായാലും ആള് കൊള്ളാം. എനിക്ക് എന്തായാലും ഇഷ്ടമായി. ഇങ്ങനത്തെ ഫ്ലവർ വേസ് ഒക്കെ പൈസ കൊടുത്ത് വാങ്ങുന്നതിലും നല്ലത് ഇങ്ങനത്തെ മോൾഡ് വാങ്ങിയിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. അതാവുമ്പോൾ നമുക്ക് കുറേ തവണ ഉണ്ടാക്കാമല്ലോ. വീഡിയോന്റെ ലെങ്ത് കൂടി പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കളർ ചെയ്യുന്നത് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.